ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് കണ്ടോ, മത്തൻ്റെ ഇല നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിങ്ങനെ പിന്നെ ഒരു കെട്ടാക്കി ഇങ്ങനെ കെട്ടി വെച്ചത് കാണാൻ. ഇതിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഞങ്ങളുടെ ഇവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ നിങ്ങളവിടെയൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമോ? തൊടിയിലുണ്ടാവുമോ? ഞങ്ങളെ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാട്ടോ. പക്ഷെ ഇപ്പോൾ പന്നി വരൽ തുടങ്ങിയ കാരണം മത്തൻ്റെ വള്ളി പോലും പന്നി വെറുതെ വെച്ചേക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ടി വന്നു. അപ്പോൾ ഞാനിത് താളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് താളിപ്പ് എല്ലാവർക്കും ഇഷ്ടമാണോ? ഇവിടെ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, മുരിങ്ങയുടെ ഇലയിലും മത്തൻ്റെ ഇലയിലൊക്കെ താളിക്കുന്നത്. പിന്നെ ഇനി എല്ലാ നാട്ടിലും ഇത് താളിപ്പ് ഉണ്ടാക്കുമോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അത്യാവശ്യം വഴന്ന് വരുമ്പം കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുക. കഞ്ഞിവെള്ളമാണെങ്കിൽ രുചി കൂടും. പച്ചവെള്ളത്തിലും ഉണ്ടാക്കും കേട്ടോ, ഉണ്ടാക്കണവരുണ്ട്, ഇവിടെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പച്ചവെള്ളത്തിനേക്കാളും രസം കഞ്ഞിവെള്ളം ഒഴിച്ചാലാണ് ഉണ്ടാവുക. അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടേ ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കും. തിള വരുമ്പം അപ്പോൾ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കുക. ഇലയൊന്ന് വാടുന്നവരെ, ചെറുതായിട്ട് വാടുന്നവരെ നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കുക. ഞങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. നമുക്ക് തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ 4 എണ്ണം പറിച്ച് കൊണ്ടുവന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ. ഇതിൻ്റെ കൂടെ വല്ല ഉണക്കമീനോ ചമ്മന്തിയോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നാൻ അടിപൊളിയായിട്ട് ചോറിനാം. ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ അത് കാണാൻ തന്നെ എന്താ പറയുക, ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കൂ കേട്ടോ.